ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് എന്താണ്? ക്രിസ്തീയ ജീവിതം ഞെരുക്കത്തിൻ്റെ ഇടുക്കത്തിൻ്റെ ഒരു മാർഗമാണെന്നാണോ? എന്നങ്ങനെ പറഞ്ഞിട്ടില്ല കർത്താവ്. കർത്താവ് പറഞ്ഞത് ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നത് അവൻ ഈ ലോകത്തിൻ്റെ ഒഴുക്കിനൊത്തു പോകുന്നതല്ല. പല കാര്യങ്ങളിലും നോ പറഞ്ഞ് ഇടുക്കമുള്ള ഞെരുക്കമുള്ളതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ ഒരുത്തൻ കടന്നു വരുന്നു. കഷ്ടങ്ങൾ അവനുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, പരീക്ഷകളുണ്ടാകാം. പക്ഷെ അവൻ എത്തിപ്പെടുന്നത് വിശാല സ്ഥലത്താണ്. ഇവിടെ കർത്താവിൻ്റെ വചനങ്ങളോട് മറുതലിച്ച് കർത്താവിൻ്റെ നടത്തിപ്പിന് വിരോധമായി നടക്കുന്ന ഒരുത്തൻ ലോകപ്രകാരം നടന്നാൽ വിശാലമായിട്ട് പോകാം, പക്ഷെ അവൻ എത്തിപ്പെടുന്നത് ഞെരുക്കമുള്ള സ്ഥലത്താണ്. പുറമേ മനുഷ്യർ സമ്മതിച്ചില്ലെങ്കിലും അവരുടെ കുടുംബജീവിതത്തിലും ജോലിമണ്ഡലത്തിലും സാമൂഹ്യ ജീവിതത്തിലും അവരത് അനുഭവിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ ഇത് കൺഫേം ചെയ്യുകയാണ്. കർത്താവേ, നീ ഞങ്ങളെ തീയിലും വെള്ളത്തിലും കൂടെ കടക്കുമാറാക്കി, എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു.